ഹരി ഓം. ഇന്ന് ഭഗവാന്റെ മധുരായാത്രയാണ് ശ്രീമന്നാരായണീയത്തിലെ 73-ാം ദശകത്തിലൂടെ ഞാൻ ഇന്ന് വിവരിക്കുന്നത്. ഈ യാത്ര ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 39-ാം അധ്യായത്തിൽ 13 ശ്ലോകം തൊട്ടിട്ട് 45 ശ്ലോകം വരെയും 30 ശ്ലോകമുള്ള 40-ാം അധ്യായവും 41-ാം അധ്യായത്തിലെ 3 ശ്ലോകത്തിലും ഉള്ളതാകുന്നു. 39-ാം അധ്യായത്തിൽ ഗോപീവിലാപം കുറെ വിസ്തരിച്ചിരിക്കുന്നു. അക്രൂരസ്തുതിയായ 40-ാം അധ്യായം വളരെ പ്രസിദ്ധിയാർജിച്ചതുമാകുന്നു. ഭഗവാൻ മധുരാപുരിയിലേക്ക് പോകുന്നു എന്ന വർത്തമാനം കേട്ടിട്ട് ആ ഗോപസ്ത്രീകൾ നന്നേ ദുഃഖിതകളായിത്തീർന്നു. എല്ലാവരും ഒരിടത്ത് ഒന്നിച്ചു കൂടിയിട്ട് ഇതെന്താണ്, എങ്ങനെ ഇത് വന്നു ചേർന്നു എന്നിങ്ങനെ ആവലാദികൾ പറഞ്ഞു. ദയക്കിരിപ്പിടമായ, അതായത് അത്രമേൽ ദയാലുവായ ഈ ശ്രീകൃഷ്ണൻ, നന്ദനന്ദനൻ, നന്ദഗോപരുടെ പുത്രൻ, മറ്റൊരാശ്രയവുമില്ലാത്ത നമ്മളെ എങ്ങനെ ഉപേക്ഷിച്ചു പോകും? കഷ്ടം, ദൈവം നമുക്ക് ഇങ്ങനെയായിത്തീർന്നുവോ? ഇങ്ങനെ ആ ബാലികമാർ അങ്ങയെ തന്നെ, ഭഗവാനെ തന്നെ വിചാരിച്ച് വിലപിച്ചു. അച്ഛനോടും തൻ്റെ ഒരുപാട് സ്നേഹിതന്മാരോടും കൂടി രാത്രിയുടെ ഒടുക്കത്തെ യാമത്തിൽ മധുരാപുരിയിലേക്ക് പുറപ്പെട്ട ഭഗവാൻ സുന്ദരിമാരുടെ, ഗോപിമാരുടെ കനത്ത സങ്കടത്തെ ഒന്ന് കുറയ്ക്കുവാൻ ആഗ്രഹിച്ച് ഒരു ചങ്ങാതിയെ പറഞ്ഞയച്ചു. ആ ചങ്ങാതി ശ്രീദാമാവ് തന്നെ ആകാമെന്നും ഇതിൽ പറയുന്നു. ഒട്ടും താമസിയാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊള്ളാം. എന്നോടുകൂടി തന്നെയുള്ള സമാഗമ സൗഭാഗ്യം, അതായത് എന്നെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് ശരിക്കും ഉണ്ടാകും. അമൃതസാഗരത്തിൽ അതിവേഗത്തിൽ ഞാൻ നിങ്ങളെ മുക്കിക്കൊള്ളാമെന്നിങ്ങനെ ഗോപിമാരെ ആശ്വസിപ്പിച്ചു. വളരെ സങ്കടത്തോടെയും ഏറ്റവും അപേക്ഷയോടുകൂടിയും ഗോപികമാർ അത്ര അകലത്തേക്ക്, അതായത് അവിടുന്ന് ഭഗവാൻ കണ്ണിൽ നിന്നും മറയും വരെ നോക്കി നിൽക്കവേ അവർ നിൽക്കുന്നിടത്തേക്ക് ഇടയ്ക്കിടെ നനുത്തുമിനുത്ത കടാക്ഷങ്ങൾ അയച്ചുകൊണ്ട് ബലരാമനോടുകൂടി ഭഗവാൻ അക്രൂരൻ്റെ രഥത്തിൽ കയറി വൃന്ദാവനത്തിൽ നിന്നും പുറപ്പെട്ടുപോയി. അങ്ങനെ ഭഗവാൻ ഗോപന്മാരുടെ അനേകം വണ്ടികളും അത്യന്തം പ്രിയകളായ ഗോപിമാരുടെ മനസ്സും തന്നെ അനുഗമിക്കവേ സങ്കടപ്പെടുന്ന മാനുകളും സങ്കടപ്പെടുന്ന മരങ്ങളുമുള്ള കാടിനെയും പിന്നിട്ട് യമുനാ നദീതടത്തിൽ എത്തിച്ചേർന്നു. ഗാന്ധിനീപുത്രൻ, അതായത് അക്രൂരൻ, കുളിച്ച് ഉച്ചകർമ്മങ്ങൾക്കായി, അതായത് മധ്യാഹ്ന കർമ്മങ്ങൾക്കായി യമുനാജലത്തിൽ ഇറങ്ങി മുങ്ങി. അപ്പോൾ അവിടെ യമുനാതടത്തിൻ്റെ അടിത്തട്ടിൽ ഭഗവാനെ കണ്ടു. പൊങ്ങി നോക്കിയപ്പോൾ രഥത്തിലും ഭഗവാനെ കണ്ടു. അപ്പോൾ അക്രൂരൻ ആശ്ചര്യവിവശനായിത്തീർന്നു. സർവവ്യാപിയായ ഭഗവാനെ എല്ലായിടത്തും കാണുക എന്നത് ഒരാശ്ചര്യമാണോ? അല്ലേ അല്ല. പുണ്യശാലിയായ ആ ക്രൂരൻ വീണ്ടും മുങ്ങിയപ്പോൾ പാമ്പിൻ്റെ ഉടലിന്മേൽ, അതായത് അനന്തശയനത്തിന്മേൽ ചക്രം, ശംഖ്, ഗദ, പത്മം എന്നിവയാൽ മിന്നിത്തിളങ്ങുന്നവനും ദേവസമൂഹവും സിദ്ധസമൂഹവും ചുറ്റുമുള്ളവനും പരമപുരുഷോത്തമനായ ഭഗവാനെ അസലായി കണ്ടു. ആദ്യം അക്രൂരൻ കണ്ടത് ശ്രീകൃഷ്ണനെ, രണ്ടാമത് കണ്ടത് ചതുർബാഹുവും ശംഖചക്ര ഗദാപത്മധാരിയുമായ സാക്ഷാൽ അനന്തശയനനെ തന്നെയാണ്. അപ്പോൾ ആദ്യമുണ്ടായ വൈവശ്യം നീങ്ങി തത്വബോധം ഉണ്ടായി. അതായത് ശ്രീകൃഷ്ണൻ വെറും മനുഷ്യനല്ല, ഈശ്വരൻ തന്നെയാണ് എന്ന തത്വബോധം ആ അക്രൂരന് ഉണ്ടായി. ആ അക്രൂരൻ അപ്പോൾ ശ്രീവൈകുണ്ഠനെ കണ്ടപ്പോൾ ബ്രഹ്മാനന്ദമാകുന്ന സമുദ്രത്തിൽ വിശേഷിച്ച് മാണ്ടുമുങ്ങിയിട്ട് പല വിധത്തിൽ സ്തുതിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഭഗവാനെ കണ്ടതുമില്ല. എന്നാൽ സന്തോഷം കൈവിടാതെ നിന്നു. ആകയാൽ ആകെ കോരിത്തിരിച്ചുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വരികയും ചെയ്തു. വെള്ളത്തിന് തണുപ്പ് വല്ലാതെ ഉണ്ടോ? ഇതായി ആകെ കോരിത്തിരിച്ചിരിക്കുന്നുവല്ലോ എന്നിങ്ങനെ ഭഗവാന്റെ ചോദ്യം കേട്ടപ്പോൾ മുൻപത്തേക്കാൾ അധികം ആനന്ദം തോന്നിയിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവനായ അക്രൂരനോടുകൂടി രഥത്തിൽ
അങ്ങനെ ഇരുന്ന ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ പരിപാലിക്കണേ, രക്ഷിക്കണേ.